അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹുസൈനാജിയെ പോലീസ് കൊണ്ടതിന് പിന്നാലെ തന്നെ അതാ ഉമ്മ ഓട്ടോ വിളിച്ച് പുറപ്പെടുന്നു. അതിനിടയിൽ മോനത വിളിക്കുന്നു. അസ്കർ മോൻ. ഹലോ, ഉമ്മ പുറപ്പെട്ടോ? ആ മോനെ, ദാ ഞാൻ കയറി. പിന്നെ എന്താ മോനെ വിളിച്ചത്? ഉമ്മ, ഒരിക്കലും ഉപ്പയ്ക്കെതിരെ കേസ് കൊടുത്തത് ഞാനല്ലോ. ഞാനല്ല ഉപ്പയെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞത്. ഉമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. മോനെ, ആരൊക്കെ തന്നെയായാലും അത് ഉപ്പാക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ്. പക്ഷേ ഈ ഒരു പോക്ക്, അത് കഴിഞ്ഞ തവണയും ഉപ്പയെ കൊണ്ടുപോയിട്ടുണ്ട് പോലീസ്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്താ പറഞ്ഞതെന്നോ? നിങ്ങൾ ആരുടെ മേത്താണ് കൈവെക്കുന്നത് നോക്കണം. ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിലേ ഹുസൈനാജിയോടാണ് കേട്ടോ കളി. നിങ്ങളെ തൊപ്പി തെറിക്കുന്ന കേസാണ് എന്ന് വരെ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് കഴിഞ്ഞ് കുറച്ച് സമയമായപ്പോൾ തന്നെ ദാ അയാൾ പുഷ്പം പോലെ ഇറങ്ങി പോന്നു. അപ്പോൾ ഇനിയും അതിലുള്ള ഇട ഉണ്ടാക്കരുത് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നാലെ പോകുന്നത്. അല്ലാതെ ഉമ്മാക്ക് പുറത്ത് പോയിട്ടൊന്നും ശീലമില്ല. ഒരുപാട് സഹിച്ചു, ഇനിയും സഹിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മോനെ ഞാൻ പോകുന്നത്. ഉമ്മ, ആയിക്കോട്ടെ, ചില സമയത്ത് ചില ശിക്ഷ നൽകിയില്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയും പറ്റ മോശ സ്വഭാവമായി മാറും ഉപ്പയുടേത്. എനിക്ക് തന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ തന്നെ കഴിയുന്നില്ല ഇയാളുടെ ഈ ഓരോ പേക്കൂത്തുകൾ കണ്ടിട്ട്. അസ്കർ നേരെയതാ ഷിഫക്ക് വിളിക്കുന്നു. ഷിഫ, ധൈര്യത്തോടെ ഷിഫ. ആ പറയൂ അസ്കർ, എന്താണ്? അതെ, എൻ്റെ ഉപ്പയെ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അസ്കർ, ഞാനാണ് അത് ചെയ്യിപ്പിച്ചത്. അതെ, ഒരുപാട് വേദനിക്കുന്ന മനസ്സുകൾ ഇയാൾക്ക് പിന്നിലായിട്ടുണ്ട്. അതൊക്കെ ഇല്ലാതാക്കണം. അവരുടെ വേദനകൾ ഇല്ലാതാക്കണമെങ്കിൽ കുറച്ചെങ്കിലും ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ഏത് രീതിയിലായാലും. നിങ്ങളുടെ ഉപ്പയാണെന്ന് എനിക്ക് മനസ്സിലായി, എല്ലാം ശരിയാണ്, ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് എന്നോടിപ്പോൾ ദേഷ്യമായിരിക്കും അല്ലേ അസ്കർ? അത് ഉറപ്പായിട്ടും ഉണ്ടാകും. ഏതൊരു ഉപ്പയായാലും ഉമ്മയായാലും മക്കളായാലും തെറ്റ് ചെയ്താൽ കുറച്ചൊക്കെ ശിക്ഷ അനുഭവിക്കാഞ്ഞാൽ അവർ അതിനേക്കാളും വലിയ രീതിയിലുള്ള തെറ്റുകൾ ചെയ്യും. അത് നിവൃത്തികേട് കൊണ്ട് ചെയ്തതാണ്. എൻ്റെ കൂട്ടുകാരിയുടെ ജീവിതത്തിന് അത്രക്കും വലിയൊരു ഭീഷണി വന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും. എനിക്കറിയാം ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളുടെയും സ്നേഹബന്ധം എത്രയായിരിക്കും, എത്രമാത്രം അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടാകും, വേദനിക്കുന്നുണ്ടാവും എന്നൊക്കെ. എന്നോട് ക്ഷമിക്കണം അസ്കർ. നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാണ്. കാരണം ഒരു കുടുംബത്തിന് വരെ വധഭീഷണിയുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ഫ്രണ്ടിനെ കെട്ടാൻ പോകുന്ന ചെക്കൻക്കും വധഭീഷണിയാണ്. അതുകൊണ്ട് അസ്കർ, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഇത് ഒരു കൂട്ടുകാരിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. പലതവണ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എല്ലാവരും. പക്ഷേ ഇനിയും ഒരു പെണ്ണിൻ്റെ വേദന, ആ ഒരു കണ്ണീര് എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ, അവളെ കെട്ടാൻ പോകുന്ന ചെക്കനെ കൊല്ലണം എന്ന് വരെയാണ് നിങ്ങളുടെ ഉപ്പ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നതല്ലേ. അതുകൊണ്ട് നിങ്ങളെന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇനിയും ഒരാൾക്കും ഒരു ഭീഷണിയായിക്കൊണ്ട് നിങ്ങളുടെ ഉപ്പ ഇവിടെ ഇങ്ങനെ വിലസി നടന്നാൽ ഒരു പക്ഷേ പാവപ്പെട്ട ഒരുപാട് ജീവനുകൾ നഷ്ടത്തിലാകും. ഒരുപാട് പേര് വിഷമം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് അസ്കർ. ഷിഫ, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഞാനും ഒരുപാട് സഹിച്ചതാണ്. എൻ്റെ ഉപ്പയായതുകൊണ്ട് പറയല്ല. പക്ഷേ എനിക്കത് എൻ്റെ ഉമ്മയെ നീ ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ എൻ്റെ ഉമ്മക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. എല്ലാം ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് എൻ്റെ ഉപ്പ സുഖിക്കായിരുന്നു. അതെ, ഞങ്ങളെന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ എനിക്കല്ല, കൂടുതലായിട്ട് എൻ്റെ ഉമ്മാക്കാണ് കൂടുതൽ വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് മറ്റു പെണ്ണുങ്ങളോട് സല്ലപിക്കുകയും വേണ്ടാത്തരങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഉമ്മയുടെ കൺമുമ്പിൽ വെച്ച്, അതെല്ലാം എൻ്റെ ഉമ്മ കണ്ട് സഹിച്ച് കരഞ്ഞ് ആ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. പലതവണ ഞാൻ എൻ്റെ ഉമ്മയെ വിളിക്കും, ഉമ്മ നമുക്കിവിടെ താമസിക്കാം, നമുക്ക് വേറെ എവിടെയെങ്കിലും താമസിക്കാം. അപ്പോഴൊക്കെ എൻ്റെ ഉമ്മ പറയും, മോനെ അവിടെയും എത്തുമല്ലോ നിൻ്റെ ഉപ്പ, ഒരിക്കലും സമ്മതിക്കില്ലടാ ജീവിക്കാൻ. എൻ്റെ ഉമ്മ
പറയുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ, എനിക്ക് ആ വാക്ക് തന്നെ ഉച്ചരിക്കാൻ പ്രയാസമാണ്. അയാൾ പല പെണ്ണുങ്ങളുമായും വലിയ രീതിയിലുള്ള ബന്ധമാണ് പുലർത്തുന്നത്. എൻ്റെ ഉമ്മക്ക് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ ആ രീതിയിൽ. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എൻ്റെ ഉമ്മ ചോദ്യം ചെയ്യുമായിരുന്നു, എന്താ നിങ്ങൾ അവളോട് പറഞ്ഞത്, അവളോടെന്താ ചെയ്തത് കാണിച്ചത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉമ്മയോട് എൻ്റെ പിതാവ് പറയും, അതേ, നിനക്കുള്ള സ്ഥാനം അവൾക്കും ഞാനിവിടെ കൊടുക്കും. എന്താ, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഇതെൻ്റെ തറവാടാണ്, എൻ്റെ ഇഷ്ടം പോലെ ഇവിടെ നടക്കും. അത് ചോദ്യം ചെയ്യാൻ നീ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഉമ്മയെ പലതവണ പരിഹസിച്ചിട്ടുണ്ട്. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇത്രയും കാലം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ ജീവിച്ചു. ഷിഫ, എനിക്ക് നിന്നോട് നന്ദിയാണ് പറയാനുള്ളത്. അതായത് എൻ്റെ ഉമ്മയെ നീയാണ് രക്ഷിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്. എൻ്റെ ഉമ്മക്ക് ഇന്നെങ്കിലും ഒരു സുഖത്തിൽ കഴിയാനുള്ള ഭാഗ്യമുണ്ടായാൽ മതിയായിരുന്നു. നീ അങ്ങനെ കേസ് കൊടുത്തതുകൊണ്ട് ഏറ്റവും നന്നായി. അതെനിക്ക് ഒരു തൃപ്തി കുറവുമില്ല. സത്യമായിട്ടും ഷിഫ, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. ഈ പ്രാവശ്യത്തെ വരുത്തിന് ഞാൻ വിചാരിച്ചതാണ് എൻ്റെ ഉമ്മയും കൂട്ടി ചെറിയൊരു വീടാണെങ്കിലും എൻ്റെ ഉമ്മയെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണം. ഉപ്പയുടെ ഈ അഴിഞ്ഞാട്ടത്തിൽ ഇനിയും സങ്കടപ്പെടുത്താൻ എൻ്റെ ഉമ്മാനെ കൊണ്ട് കഴിയില്ല. ഇനി അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. ഒരിക്കലും എൻ്റെ പിതാവിൻ്റെ കൂടെ ജീവിക്കാൻ എൻ്റെ ഉമ്മാക്ക് ഇനി താല്പര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, എല്ലാം കണ്ട് സഹിച്ചതാണ്. അതുകൊണ്ട് ഇനിയും കഴിയില്ല. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് മറ്റു പെണ്ണുങ്ങളോട് കൊഞ്ചി കുഴയുന്ന സ്വഭാവം, അവരോട് കൂടുതലായിട്ട് അവർക്ക് കെയറിങ്, ഭാര്യയെ പറ്റ രീതിയിൽ അടിച്ചമർത്തുന്ന രീതിയിൽ അവരോട് പെരുമാറ്റം, എല്ലാം കൂടി ആവുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ആ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അതൊന്നും ഇനി നടക്കില്ല എന്ന് വിചാരിച്ചതാണ്. ചെറിയ വീടാണെങ്കിലും എൻ്റെ ഉമ്മയെ വേറെ സ്ഥലത്ത് കൊണ്ടാക്കണം, എന്നിട്ട് ഞാനും അവിടെ താമസിക്കും. അല്ലെങ്കിൽ എൻ്റെ ഉമ്മയെ ഗൾഫിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഒന്ന് സെറ്റിൽഡ് ആവാനുണ്ട്. പക്ഷെ അപ്പോഴേക്കും എൻ്റെ പിതാവ് എനിക്കുള്ള കല്യാണക്കാരിയുമായി വന്നു. ഒരിക്കലും എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ. ഷിഫ, നീ ഒന്നറിയണം. അതെ, എൻ്റെ പിതാവ് എന്നോട് കാണാൻ പോകാൻ പറഞ്ഞ ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കണ്ണുകൊണ്ട് ഇതുവരെ. എൻ്റെ ഉമ്മയാണ് കണ്ടത്. പിന്നെ എൻ്റെ ഉമ്മ എന്നെ അറിയിച്ചിരുന്നു, അവളുടെ കല്യാണം മോനെ വേറെ ശരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ 100 വട്ടം അള്ളാഹുവിനെ സ്തുതിച്ചു. പഠിച്ച റബ്ബേ, എൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണും വേണ്ട. ആ ഉപ്പയുടെ മുമ്പിലേക്ക്, അയാളുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ ബാക്കിയുണ്ടാവില്ല. ആ രീതിയിലായിരിക്കും. അത്രക്കും നീച സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റേത്. ഞാൻ അള്ളാഹുവിനോട് ശുക്ർ ചെയ്തു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച്. ഷിഫ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ ഞാൻ ഒരു പക്ഷേ കല്യാണം കഴിക്കുകയാണെങ്കിലും എനിക്കിപ്പോഴൊന്നും സമാധാനമില്ല എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ഉമ്മയെ എങ്ങനെ രക്ഷപ്പെടുത്തണം, അത് മാത്രമേ എനിക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിലും ഒരിക്കലും എൻ്റെ ഉപ്പയുടെ മുമ്പിലേക്ക് ആ പെണ്ണിനെ ഞാൻ കൊണ്ടുപോകില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. അസ്കർ, എനിക്കെല്ലാം മനസ്സിലാകുന്നു നിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന്. സ്വന്തം പിതാവിനെക്കുറിച്ച് ഇത്രമാത്രം പറഞ്ഞ നിങ്ങൾ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും. അസ്കർ, റിയലി സോറി. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ. ഷിഫ, നീ എന്നെ രക്ഷിച്ചവളാണ്, എൻ്റെ ഉമ്മയെ രക്ഷിച്ചവളാണ് നീ. ഒരിക്കലും നീ എന്നോട് സോറി പറയേണ്ടവളല്ല. ഷിഫ, പ്ലീസ് പ്രാർത്ഥിക്കണം എൻ്റെ ഉമ്മാക്ക് വേണ്ടി. എൻ്റെ ഉമ്മ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയാണ്. അതെ, ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഉമ്മ തനിച്ചാണ് പോയിട്ടുള്ളത്. എൻ്റെ ഉമ്മക്ക് ഹെൽപ്പിനായി ആരും ഉണ്ടാവില്ല. ഒരു പക്ഷേ എൻ്റെ ഉപ്പാക്കെതിരെ ഉമ്മ മൊഴി കൊടുത്താൽ എൻ്റെ ഉപ്പ ഉമ്മയെ വെച്ചേക്കില്ല, ഇല്ലാതാക്കും, അത് ഉറപ്പാണ്. ആഹാ, എനിക്കെതിരെ നീ മൊഴി പറയാനൊക്കെ ആയില്ലടി എന്ന് പറഞ്ഞ് ആ സ്റ്റേഷനിൽ വെച്ച് തന്നെ തീർക്കും. പക്ഷേ ആ സ്റ്റേഷനിലെ ഒരുപാട് പോലീസുകാരൊക്കെ ഉപ്പയുടെ കീഴിൽ തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും കൈക്കൂലി കൊടുത്താൽ അവർ നൈസായിട്ടങ്ങോട്ട് എൻ്റെ പിതാവ് ഇറങ്ങിപ്പോരും. അതിനുള്ള ഇടയുണ്ടാവരുത് എന്നാണ് ഷിഫ ഞാൻ ആഗ്രഹിക്കുന്നത്. അസ്കറിന് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. ഷിഫക്ക് ശരിക്കും സങ്കടമായി.
പാവം ആ ഉമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ ഉമ്മ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും എനിക്കങ്ങോട്ട് എത്താൻ പറ്റിയിരുന്നെങ്കിൽ. ഒരു നിമിഷം ഷിഫ വിചാരിച്ചു. ഷിഫ ഉമ്മയോട് ഉമ്മ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു. എങ്ങോട്ടാ മോളെ? അതെ, എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഒന്ന് സെറ്റാക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് അതാ പുറപ്പെടുന്നു. പക്ഷേ ഷിഫ അത്ര മോശം കുട്ടിയല്ലാത്തത് കൊണ്ട് തന്നെ ഉമ്മാക്ക് നല്ല വിശ്വാസമാണ് ഉപ്പാക്കും. അവളുടെ കാര്യത്തിൽ അവർക്ക് പേടി തന്നെ ഇല്ല. കാരണം എൻ്റെ മോള് കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട കുട്ടിയാണ്. അവൾക്ക് എല്ലാ കാര്യത്തിലും പക്വതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിലും പെടില്ല എന്നുള്ള കാര്യം ഉമ്മാക്കും ഉപ്പാക്കും അറിയാം. സ്റ്റേഷൻ്റെ തൊട്ടടുത്തേക്ക് അതാ അസ്കറിൻ്റെ ഉമ്മ ഓട്ടോ ഇറങ്ങുന്നു. ഓട്ടോക്കാരനെ പിരിച്ചുവിട്ട അവർ നേരെ സ്റ്റേഷനിലേക്ക്. അവിടെയുള്ള ആ ഒരു കാവൽ പോലീസ്, എന്താ പ്രശ്നം? അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ എസ് ഐ എവിടെ? എനിക്കൊന്ന് കാണണം. ഉമ്മ ധൈര്യത്തോടെ. അത് എസ് ഐ സാറ് ഒരാളോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളിവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കട്ടോ. ആ പോലീസ് മാന്യമായി ഉമ്മയോട് സംസാരിച്ചു. ഉമ്മ അവിടെ ഇരുന്നു. തൻ്റെ ഭർത്താവ് ഹുസൈനാജിയെ ഉമ്മ ശ്രദ്ധിച്ചത് തന്നെയില്ല. ലോക്കപ്പിലിട്ട് നല്ല രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നൈസായി എൻ്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയതാണ്. അന്ന് നിങ്ങളോട് ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ജാമ്യത്തിന് ആൾ വന്നു. ഈ പ്രാവശ്യം അങ്ങനെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വിടാൻ തയ്യാറല്ല. അതിനു മുമ്പ് എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടണം നിങ്ങളുടെ കയ്യിൽ നിന്ന്. ആ തെളിവുകളൊക്കെ എനിക്ക് ശേഖരിക്കണം. പറ, ആരെയാണ് നീ ഇല്ലാതാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അരിഞ്ഞ് പുഴയിൽ തള്ളുന്നൊക്കെ പറഞ്ഞത് ആരെയാണ്? അതൊന്ന് വിശദീകരിക്കണം. എന്തിനാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? പറയടാ. ഞാനോ? എന്തൊക്കെ സാറേ നിങ്ങളീ പറയണത്? നിങ്ങളില്ലാത്തത് ഓരോന്നും പറയരുത് കേട്ടോ. അതെ, ഇന്നെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ആഹാ, മനസ്സിലായിട്ടില്ലെന്നോ? തെളിവടക്കമുള്ള വോയിസ്. അതൊരിക്കൽ കൂടി അതാ ആ പോലീസ് ഹുസൈനാജിക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഛേ, ഇതൊക്കെ അവളുടെ പണിയാണ്. ആരുടെ പണി? എൻ്റെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരുത്തിയുടെ പെരയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ആണല്ലേ ഓളെ പണി. ഈ റെക്കോർഡിങ്ങും കാണാതെ വരുന്ന കട്ട് കേൾക്കലും മുടിക്കലൊക്കെ ഓളെൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. അപ്പോഴേക്കും അതാ എസ് ഐ സാറിനെ വിളിച്ചു കൊണ്ടൊരാൾ, ഒരു ലേഡി വന്നിട്ടുണ്ട് പരാതിയുമായിട്ട്. ഹുസൈനാജിക്ക് 2 ഇടി കൊടുത്തിട്ട് അതാ ആ ലോക്കപ്പ് പൂട്ടി പോലീസ് അവിടെ നിന്ന് ഇറങ്ങുന്നു. പരാതിക്കാരിയെ ചെന്ന് കാണുന്നു. എന്താ, ആരാണ്, എന്താണ് നിങ്ങൾക്ക്? സാറേ, ഇപ്പോൾ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോയത് എൻ്റെ ഭർത്താവിനെയാണ്. ആ, ഇറക്കാൻ വന്നതാണോ? അപ്പോഴേക്കും ജാമ്യത്തിന് ആളെത്തില്ലേ? ഒരിക്കലുമല്ല, ഇറക്കാൻ വന്നതൊന്നല്ല. എന്താ നിങ്ങളുടെ നെറ്റിയിലൊക്കെ ആകെ മുറിവും എന്തൊക്കെ ഉണ്ടല്ലോ? സാറേ, എൻ്റെ ഭർത്താവിൻ്റെ ഉപദ്രവം ഇനിയും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഒരുപാട് സഹിച്ചു. ഇനിയും കഴിയില്ല. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ, നിയമപാലകരൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇത്രയൊക്കെ പേടിച്ച് കഴിയണോ ഓരോ പെണ്ണുങ്ങളും വീട്ടിൽ? അതിനൊക്കെ നടപടിയെടുക്കേണ്ടത് നിങ്ങളല്ലേ? നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ്? ഉമ്മ സങ്കടത്തോടെ അത് പറഞ്ഞ് കരയുന്നു. എസ് ഐ വീണ്ടും അതാ ലോക്കപ്പിലേക്ക് കയറുന്നു. എടോ, അപ്പം നിനക്ക് എത്ര കുറ്റങ്ങളാണ് നീ ചെയ്യുന്നത്? പലതും ഉണ്ടല്ലേ. ഗുണ്ടായിസം, കൊല, ഉപദ്രവം, പീഡനം, അങ്ങനെ മൊത്തത്തിലാണല്ലോ. നിൻ്റെ ഭാര്യയാണ് അവിടെ വന്നിരിക്കുന്നത് നിനക്കെതിരെ പരാതിയുമായി. അവരുടെ മുഖത്തുകൂടെയൊക്കെ എന്താണ് രക്തം വരുന്നത്? നിൻ്റെ ഉപദ്രവമാണെന്നാണല്ലോ പറഞ്ഞത്. അതിനുള്ളിൽ നിന്ന് ഹുസൈനാജി ശക്തമായി അലറി, എടീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടുന്ന് ഇറങ്ങട്ടെ. ആഹാ, അത്രക്കായോ? ഇങ്ങനെ പോലീസുകാരൊക്കെ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നിനക്ക് അത്രക്ക് ധൈര്യമോ? ഓരോരുത്തരെ ഭീഷണിപ്പെടുത്താൻ? അവിടെ കിടക്കും മോനെ. അത് നിന്നെ ഇറക്കാൻ ഇപ്പോൾ ആളുകൾ എത്തും എനിക്കറിയാം. നീ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും. പക്ഷെ അതിനു മുമ്പ് കുറച്ചൊക്കെ തെളിവ് ഞാൻ ശേഖരിക്കട്ടെ. എസ് ഐ ഓരോ കാര്യങ്ങളും അതാ ശേഖരിക്കുന്നു അവരുടെ ഉമ്മയിൽ നിന്നൊക്കെ. എല്ലാം അവർ പറയുന്നു. സാറേ, കുറേ കാലമായി ഇതുവരെ പേടിച്ച് നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് മക്കളില്ലേ? വിദേശത്താണ്. അപ്പോൾ അവൻ ഒന്നും പറയുന്നില്ലേ? ഇയാളുടെ ഉപദ്രവം ഉമ്മ സഹിക്കുമ്പോൾ? സാറേ, എല്ലാവർക്കും പേടിയാണ്. പിന്നെ എൻ്റെ ഭർത്താവായ അയാളുടെ അടുക്കൽ ഇഷ്ടം പോലെ ക്യാഷാണ്.
ആ ഒരു ക്യാഷിൻ്റെ മേൽ എന്തും നടക്കും എന്നറിയാം. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ചരിത്രങ്ങളും അയാളടുത്തുണ്ട്. ഞാൻ ക്ഷമിച്ച് ഇനിയും എനിക്ക് ഭൂമിയോളം ഞാൻ ക്ഷമിച്ചതാണ്. ഇനിയും എനിക്ക് കഴിയില്ല. എപ്പോഴും അടിയും പിടിയും തൊഴിയും. എനിക്കൊന്നും പറയാനും കേൾക്കാനും ഒന്നും പറ്റില്ല. ഞാനാണ് സാറേ ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് എൻ്റെ മോൻ കെട്ടാൻ പോകാൻ വിചാരിച്ച ആ പെണ്ണിനെ അയച്ചു കൊടുത്തത്. പക്ഷെ പരാതി കിട്ടിയത് അത് നിങ്ങളുടെ അടുക്കൽ നിന്നല്ലല്ലോ, വേറൊരു നമ്പറിൽ നിന്നാണല്ലോ വന്നത്. അത് സാറ് പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴേക്കും അതാ ഷിഫ സ്റ്റേഷനിലേക്ക് കയറി വരുന്നു. സാറേ, ഞാനാണ് പരാതി തന്നത്. എൻ്റെ പേര് ഷിഫ. അപ്പോൾ ഷിഫയാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഷിഫയ്ക്ക് എങ്ങനെ ആ വോയിസ് കിട്ടി? ആരയച്ചു തന്നു? എനിക്കെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അയച്ചു തന്നതാണ്. ആ ഉമ്മ ഷിഫയെ നോക്കി. മോളെ, ഞാൻ അസ്കറിൻ്റെ ഉമ്മയാണ്, അതായത് ഹുസൈനാജിയുടെ ഭാര്യ. ഞാനാണ് ആ വോയിസ് അയച്ചു കൊടുത്തത് എൻ്റെ നുസൈബക്ക്, അതായത് എൻ്റെ മോൻ കാണാൻ പോകാൻ നിന്ന ആ ഒരു പെണ്ണിനെ. ആ ഉമ്മ, നിങ്ങളാണല്ലേ? ഉമ്മയുടെ മോൻ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഉമ്മ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, പറ്റുമെങ്കിൽ പെട്ടെന്നൊന്ന് അവിടെ എത്താമോ എന്ന് ചോദിച്ച് അപ്പോഴെന്നെ ഞാൻ ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. അപ്പോൾ 2 പേർക്കും ഇവിടെ പരാതിയാണ്. അപ്പോൾ 2 പേരും പരാതികളൊക്കെ എഴുതി ഒപ്പിട്ടോളൂ ഇവിടെ. അതിനനുസരിച്ച് നമുക്ക് നടപടിയെടുക്കാം. ഇനിയിപ്പോൾ മിക്കവാറും അയാളെ ജാമ്യത്തിൽ നിർക്കാൻ ആൾ വരും. അങ്ങനെ ആൾ വന്നാൽ തന്നെ ഈ ഒരു തെളിവുകളുണ്ടല്ലോ, ഇത് വെച്ച് നമുക്ക് വീണ്ടും പിടിക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. സാറേ, ഇനി നിങ്ങൾ തുറന്നു വിടല്ലേ, കുറച്ചവിടെ കിടക്കട്ടെ, ഒന്ന് സ്വസ്ഥമായി കുറച്ച് ദിവസങ്ങളൊന്ന് ജീവിക്കാനാണ്. അത്രക്കും ഉപദ്രവം സഹിച്ച് ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട. അതായത് നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ത്രീകളെ ഒരിക്കലും പീഡിപ്പിക്കാനും അവരെ വേദനിപ്പിക്കാനും ഒന്നിനും പാടില്ല. അതൊക്കെ നിയമത്തിന് മുമ്പിൽ വലിയ തെറ്റാണ്. അതൊക്കെ ഇവർ ചെയ്യുന്ന വർഷങ്ങളായി അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പരാതിയിൽ എഴുതിയിട്ടുണ്ടോ? അത് എഴുതിയിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്കിതിനെതിരെ കേസെടുക്കാൻ പറ്റും. പിന്നെ ആ ഒരു വോയിസ്, അത് വോയിസാണ്, ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരുത്തൻ കൂടി സംസാരിക്കുന്നുണ്ട്. അയാൾ കൂടി വന്നിട്ട് ഹുസൈനാജി എന്ന പേരുള്ള ഇയാൾ പറയുന്നത് ഒരിക്കലും ഞാനല്ല, അങ്ങനെയല്ല എന്നൊക്കെ പല രീതിയിൽ മാറ്റി പറയുന്നുണ്ട്. പക്ഷെ കൂടെയുള്ള 2 പേരുടെ സംഭാഷണമാണ് ആ ഒരു വോയിസിലുള്ളത്. ഒരാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അയാളെയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് തെളിയിക്കാൻ പറ്റുകയുള്ളൂ. സാറേ, അതാണ് മജീദ്, ബ്രോക്കർ മജീദ്. എവിടെയെങ്കിലൊക്കെ കല്യാണം അല്ലെങ്കിൽ കല്യാണം കഴിക്കാനായ പെൺകുട്ടികളുണ്ടെങ്കിൽ വരും ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. എന്ത്, കല്യാണം കഴിക്കാനായ പെൺകുട്ടികളെ കൊണ്ടോ? ഇത്രയ്ക്കും പ്രായമായ ഒരാളോ? അതെ, എവിടെയൊക്കെ തന്നെ ഒരു പെണ്ണിനെ കണ്ടാലും അല്ലെങ്കിൽ സുന്ദരികളായ കുട്ടികളെ കണ്ടാൽ ഇവൻ വരും. എന്നിട്ട് ഇയാൾ വിവാഹാലോചനയുമായി അങ്ങോട്ടെത്തും. പല പെൺകുട്ടികളെടുത്തും പോകും. പല പെൺകുട്ടികളും തെറ്റിപ്പോകും. ഒരുപാട് വേലക്കാരി പെണ്ണുങ്ങളുണ്ട് ഇയാൾ ആളായിട്ട്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇയാൾ പണമെറിഞ്ഞാൽ ആരും ഇയാളുടെ കൂടെ നിൽക്കും. അതാണിതിൻ്റെ സത്യം. ഇയാളുടെ വലയിൽ ഒരു പെൺകുട്ടി പെടാനിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി എൻ്റെ മോൻ്റെ പേര് പറഞ്ഞിട്ട് പെണ്ണ് കാണാൻ പോയി. എൻ്റെ മോനാണെങ്കിൽ ഗൾഫിലും. അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് നിക്കാഹ് കഴിച്ച് കൊണ്ടുവരണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആ കുട്ടിക്ക് ഭാഗ്യമുണ്ട്. അവൾ മറ്റൊരുത്തരുമായി ഇഷ്ടത്തിലായി. അവരുടെ കല്യാണം നിക്കാഹൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അത് കേട്ട് ഷിഫ പറഞ്ഞു, സാറേ, അവനെയാണ് ഇയാൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടേ ഉള്ളൂ. അട്ടപ്പാടിയിൽ എന്തോ ഒരു സ്ഥലമുണ്ട്, അവിടെ മൊബൈൽ ഷോപ്പ് തുടങ്ങണം എന്നതിൻ്റെ പേരിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവനെ കാണുന്നില്ല. ഷമ്മാസ് എന്നാണ് അവൻ്റെ പേര്. അവനെ കാണുന്നില്ല. എന്തോ ചെയ്തു എന്നറിയില്ല. ആകെ സങ്കടമായി, ബേജാറായി, പ്രശ്നമായി. പിന്നെ ഒരിക്കൽ ഒരു ട്രൈബൽ ഹോസ്പിറ്റലിൽ നിന്ന് അവനെ കണ്ടു കിട്ടുകയായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ റെഡിയായിട്ടുണ്ട്. തലക്ക് നല്ല രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്. ആ വോയിസിൽ സാറ് കേട്ടോ? ഒരിക്കലും എണീക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ ഞാൻ ശരിയാക്കിയിരുന്നു. ഇനി ജീവൻ തന്നെ എടുത്തു കളയണമെന്നാണ് അതിലുള്ളത്. അതെ, ഇതെല്ലാം അയാളുടേതാണ്, അയാളുടെ വാക്കുകളാണ്. മജീദ് എന്നയാളെ കിട്ടുകയാണെങ്കിൽ എല്ലാം അയാൾ തുറന്നു പറയും, അത് ഉറപ്പുണ്ട്.
ഒരു പക്ഷേ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി എവിടെയെങ്കിലും മുങ്ങി നടക്കുകയാണോ എന്തോ അറിയില്ല. അവനെ കിട്ടിയാൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും, അതുറപ്പാണ്. നിങ്ങളിവിടെ ഇരിക്കൂട്ടോ. എസ് ഐ നേരെ പോയി അതാ ഹുസൈനാജിയുടെ അടുക്കലേക്ക് പറയണം. ആരാ നിൻ്റെ കൂടെ ഈ രീതിയിലുള്ള ചെറ്റത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത്? ചെറ്റത്തരോ? എനിക്ക് തോന്നുന്ന ഇഷ്ടങ്ങളെ, എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യണേനിപ്പം എന്താ? അത് എൻ്റെ പൈസ കൊണ്ടല്ലേ, അല്ലാതെ മറ്റൊരാളുടെ പൈസ കൊണ്ടൊന്നല്ലല്ലോ. അതേ സാറേ, നിങ്ങൾ ചോദിക്കണ്ടല്ലോ ആരാണ് കൂട്ടു നിൽക്കണമെന്ന്. എനിക്ക് ഒരാളൊന്നല്ല, എനിക്ക് 10, 25, 50, 100 ആളുകളെ കിട്ടും. എല്ലാം എനിക്ക് സപ്പോർട്ടായി നിൽക്കും. എന്നെ ഈ ലോക്കപ്പിലിട്ട് നിങ്ങളിങ്ങനെ ശിക്ഷിക്കണതേ അവരെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ സാറേ, പിന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല കേട്ടോ. വെച്ചേക്കില്ല. എന്താടാ പറയുന്നത് എന്ന് പറഞ്ഞതാ ഹുസൈനാജിയുടെ മുഖത്തേക്ക് കുത്തിപ്പിടിക്കുന്നു അയാൾ. ഇനി നിനക്ക് നാവ് അനക്കണോ? വിട് സാറേ. വിടാനാ പറഞ്ഞത്. എന്തിനു വിടാന്? ഇവിടെ അതാണ്, നിയമങ്ങൾക്കെന്തൊരു വിലയില്ലേ? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? പണമുള്ളവർക്ക് എന്ത് വാങ്ങും, ഇല്ലാത്തവർക്ക് എങ്ങനെയും സഹിക്കാം എന്നൊക്കെയാണോ? നടക്കില്ല. ഞാൻ ഈ നാട്ടിൽ SI ആയിടത്തോളം കാലം. ഹേയ്, ഒന്നും നടക്കില്ല അവിടെ കേട്ടോ, നിങ്ങളെ കളികളൊന്നും. സാറേ, തൊപ്പി പോണ കേസാണ്, കൈയെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെ തൊപ്പി തെറിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെയാണെങ്കിൽ തെറിക്കട്ടെ. ഇത്രക്കും ക്രിമിനലായ നിന്നെയൊക്കെ ഒന്ന് പിടിച്ചു കെട്ടി പൂഷിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം കിട്ടും. ഒന്നുമില്ലെങ്കിൽ ആ ഉമ്മ വന്ന് കരഞ്ഞ് പറയുന്നത് കണ്ടില്ലേ? ഇതാ ചെറിയൊരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി നടക്കുകയാണല്ലോ, എന്നിട്ട് ആ കെട്ടാൻ പോകുന്ന ചെക്കൻക്കെതിരെ വധഭീഷണിയും. എന്തൊക്കെ അക്രമങ്ങളാടാ കാണിച്ചു കൂട്ടുന്നത്. SI അയാളെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, സാറേ, ഇതിനൊക്കെ പകരം ചോദിക്കട്ടോ. ഞാൻ ഇറങ്ങിയാൽ കാണാം നിങ്ങളെ ഈ വഴിയിലൂടെയൊക്കെ തന്നെ പോകും ഒരിക്കൽ. അതേ, തെളിവില്ലാത്ത രീതിയിൽ നിങ്ങളെയും കെട്ടിത്തൂക്കാൻ എനിക്കറിയാം, നോക്കിക്കോ. ഹുസൈനാജി അത്രക്കും ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. SI പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ മരണം അങ്ങനെ നടക്കട്ടെ, പക്ഷേ നിന്നെ പുറത്ത് വിടുന്ന പ്രശ്നമല്ല. എല്ലാം എണ്ണി എണ്ണി ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങളൊക്കെ നീ പറഞ്ഞ് അതിനൊക്കെയുള്ള ശിക്ഷ മുഴുവൻ വാങ്ങി തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അതിനു മുമ്പ് ഞാൻ മരിച്ചാലും ശരി, എനിക്ക് പേടിയില്ല ഒറ്റൊന്നിനെയും. എനിക്ക് ഇതുപോലുള്ള ക്രിമിനൽസിനെ പിടിച്ചു കെട്ടണം, അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഒരുപാട് നിരപരാധികളായ ആളുകൾ കണ്ണീർ വാർക്കുന്നു നിന്നെ കൊണ്ട്. അതില്ലാതാക്കണം, അവർക്ക് സന്തോഷം പകരണം. അതാണല്ലോ ഈ യൂണിഫോമിന് എനിക്കൊരു പവിത്രതയുണ്ട്. ആ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അതിനെല്ലാം ഒരുങ്ങിയിട്ട് തന്നെയാണ് ഈ യൂണിഫോം ഞാനിട്ടത്. അല്ലാതെ പണം കണ്ട് ഒരാളെ പൂജിക്കുന്ന ഇനത്തിൽപ്പെട്ടതല്ല ഞാൻ. പണമൊന്നും എനിക്കൊരു വിഷയമേ അല്ല. സത്യം സത്യം പോലെ ആവണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു യൂണിഫോമിനോടുള്ള കടപ്പാട് എനിക്കതാണ്. അല്ലാതെ പണം കാണുമ്പോഴേക്ക് വിറച്ച് കൈകാലുകൾ പിടിച്ച് നിന്നെ പോലുള്ള ക്രിമിനൽസിനെ അങ്ങ് പുറത്തേക്ക് അഴിച്ചുവിടുകയല്ല എൻ്റെ പണി. ഈ SI വേഷം കെട്ടിയ മുതൽ ഞാൻ ഒന്ന് ഉറപ്പിച്ചതാണ്, എല്ലാവർക്കും സമാധാനം കിട്ടുന്ന ജീവിതം ഞാൻ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത്. അതിന് കുറച്ച് നിന്നെപ്പോലുള്ള ആളുകളെ പിടിക്കൽ അത്യാവശ്യമാണ്. അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി, അപ്പോഴേ ഞാനത് ഉറപ്പിച്ചിരുന്നു. ഒരിക്കൽ അവനെ പിടിക്കണം, ഒരുപാട് സത്യങ്ങൾ പുറത്തറിയാനുണ്ടാകും എന്നതിനെക്കുറിച്ച്. അവിടെ കിടക്ക്, അന്നം വെള്ളമില്ലാതെ 2 ദിവസം. പിന്നെ നിൻ്റെ കൂട്ടുകാരനെ എങ്ങനെ വിളിച്ചാൽ കിട്ടുക? നമ്പർ എടുക്ക്. നിൻ്റെ കൂടെ സംസാരിച്ച ഒരാളുണ്ടല്ലോ, അവനെയാണ് ഞാൻ പറയുന്നത്. സാറേ, അവനെന്തിനാ പറയുന്നത്? എല്ലാത്തിൻ്റെ ഏജൻറ്റ് ഞാൻ തന്നെയാണ്. അവനെൻ്റെ ഇഷ്ടം പോലെ നിൽക്കുന്നേ, അങ്ങനെയുള്ളൂ. അല്ലാതെ ഓനങ്ങൾ പിടിച്ച് ഇവിടെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ടില്ലേ അഹങ്കാരം? ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. SI മുഖത്ത് നോക്കി അയാളെ പുച്ഛിച്ചു. എടുക്കടോ, നമ്പർ എടുക്കടോ. അതേ, എല്ലാവരുടെയും നമ്പർ കാണാൻ പാഠം പഠിക്കലല്ല സാറേ എൻ്റെ പണി. ആവശ്യത്തിന് ഓരോരുത്തരെയും വിളിക്കും, ഇങ്ങോട്ട് വരും, അതേ ഉള്ളൂ. ഹുസൈനാജിയുടെ അഹങ്കാരം കൂടിക്കൂടി വരികയാണ്. ഏതൊരു രാഷ്ട്രീയക്കാരനായാലും എന്തൊക്കെ തന്നെയായാലും ഇയാളുടെ പണം കൊണ്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എവിടെ നിന്നും ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നേരെ SI ഉമ്മയുടെ അടുക്കിലേക്ക്. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതിയല്ലേ ഇതിൽ? ഷിഫ, നീയും എഴുതിയില്ലേ നിൻ്റെ
പരാതികളും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പോകാം. പിന്നെ ഉമ്മ, ഇയാൾ ഇവിടെ കിടക്കട്ടെ 2 ദിവസമെങ്കിലും, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പിന്നെ അവൻ്റെ കൂടെയുള്ള മറ്റൊരുത്തനെ അവനെ ഒന്ന് പിടിക്കാനുണ്ട്. അങ്ങനെ അതാ പോലീസുകാർ ഒരു ജീപ്പിന് മജീദിൻ്റെ വീട് ലക്ഷ്യമാക്കി പോകുന്നു. മജീദിൻ്റെ വീട്ടിലെത്തി മജീദ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു. ഹുസൈനാജിയുടെ കൂടെ നടക്കുന്ന മജീദിൻ്റെ വീടുള്ളത് അവൻ എവിടെയാണെന്ന് ചോദിച്ചത്. എവിടെയാണെന്ന് അറിയില്ല, ഇന്ന് രാവിലെ ഇവിടുന്ന് പോയതാണ്. എന്തേ? ഹേയ് ഒന്നുമില്ല, നിൻ്റെ ഭർത്താവിനോടെന്നേ നല്ല പണി ചെയ്യാൻ പറയണം. എന്താ ജോലി? ബ്രോക്കറാണ്. ആ, ബ്രോക്കറാകുമ്പോഴേ അതിനനുസരിച്ചുള്ള ബ്രോക്കർ പണി എടുത്താൽ മതിയെന്ന് പറയണം. അതിനപ്പുറത്തേക്കായിട്ടുള്ളതൊന്നും എടുക്കരുതെന്ന് പറയണം. പ്ലീസ് ചെക്ക്. പോലീസുകാരോട് മജീദിൻ്റെ വീട്ടിൽ കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി അതാ ആവശ്യപ്പെടുന്നു. ഇവിടെ ഒന്നുമില്ല സർ. ഞങ്ങൾ വരും, രക്ഷപ്പെടാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞേക്കൂ. വണ്ടി ധൃതിയിൽ സ്റ്റാർട്ടാക്കിക്കൊണ്ട് അവർ അത് സ്റ്റേഷനിലേക്ക് തന്നെ തിരിക്കുന്നു. എവിടെയോ ഒളിച്ചിരിപ്പാണ്. എസ് ഐ ഉമ്മയോടും ഷിഫിയോടും പറയുന്നു, എന്നാൽ നിങ്ങൾ പോയിക്കോളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിപ്പിക്കാം. പരാതികളും പരിഭവങ്ങളും എല്ലാം എഴുതിയില്ലേ? എല്ലാം കറക്റ്റാക്കിയില്ലേ? പിന്നെ ആ ഫോൺ നമ്പർ 2 പേരും ഒന്ന് എഴുതിക്കോളൂട്ടോ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാം. സാറേ, എന്നെ രക്ഷിക്കണം. ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ആരൊക്കെയോ അയാൾ ശരിയാക്കാൻ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഉപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാറേ രക്ഷിക്കണം. ഉമ്മ, നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ. ഭർത്താവിനെ ഭയന്ന് ഇത്രമാത്രം ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ഈ ഒരു ദൈവത്തിൻ്റെ നാടായ സ്വന്തം കേരളത്തിൽ. എനിക്ക് നാണം വരുന്നു. നിങ്ങൾ പോയിക്കോളൂ. അവർ 2 പേരും അതാ സ്റ്റേഷനിൽ പുറത്തിറങ്ങി. ഉമ്മയുടെ കൈ പിടിച്ച് ഷിഫ, ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, സാരല്ല. നിങ്ങൾ എന്തപ്പോൾ ചെയ്യുക? ഓരോ വിധി ശരിയാണ്. ചിലപ്പോൾ പിതാക്കന്മാരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. അതിൽ വേദനിക്കുന്നത് ഭാര്യമാരും മക്കളൊക്കെ ആയിരിക്കും. എന്താ ചെയ്യുക? അയാൾക്ക് അങ്ങനെ ആയിപ്പോയി. മോളെ, പണത്തിൻ്റെ ഹുങ്ക് അല്ലാതെന്താ? കണക്കിലേറെയുണ്ട്. ഇഷ്ടം പോലെ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനിയും എത്രയോ ഉണ്ട്. അതിൻ്റെയൊക്കെ അഹങ്കാരമാണ് മോളെ. അതുമാത്രമല്ല, പിന്നിൽ നിന്ന് താങ്ങാൻ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും പണം വാരി എറിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തൊക്കെ തന്നെ ചെറ്റത്തരം ചെയ്താലും, എത്ര പെണ്ണുങ്ങളെ പിന്നാലെ പോയാലും, പെണ്ണ് കെട്ടിയാലും, എന്തൊക്കെ ചെയ്താലും ആൾക്കാർക്ക് ഹുസൈനാജി എന്ന് വെച്ചാൽ വലിയ ജീവനാണ്. മോളെ, എനിക്കുറപ്പില്ല 2 ദിവസമൊന്നും അയാൾ അവിടെ കിടക്കുമെന്നുള്ളത്. അതൊക്കെ ഇപ്പം ഇറങ്ങിപ്പോരും. എനിക്ക് മോളെ പേടിയാണ് സത്യത്തിൽ. ഞാൻ എൻ്റെ മോനോട് വിളിച്ച് പറയാൻ പോലും എനിക്ക് അവിടെ ധൈര്യമില്ല. അപ്പോഴേക്കും ചീത്ത പറയും, എന്താടി നീ പുലമ്പുന്നത് എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ സമാധാനത്തോടെയുള്ള ജീവിതം എനിക്ക് ഉണ്ടായിട്ടെന്നല്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഒന്ന് പോലീസിനോട് പറയാൻ വേണ്ടിയിട്ട്, പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇനിയും എനിക്ക് കഴിഞ്ഞില്ല. ഉമ്മ, നിങ്ങളുടെ മുഖത്തൊക്കെ എന്താണ്ട്? മോളെ, ഇടയ്ക്കിടെ ഉണ്ടാവും. ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ബ്ലഡ് ഉണ്ടല്ലോ മോളെ. അത് ഇന്ന് രാവിലത്തേതാണ്. ഇന്ന് രാവിലത്തെ പ്രഹരാണത്. എപ്പോഴും മുഖത്തടിച്ചിട്ടും ചുവരിലേക്ക് തള്ളിയിട്ടിട്ടും എന്താണ് കിട്ടുന്നത്? അതുകൊണ്ട് നല്ല രീതിയിൽ ഉപദ്രവിക്കും. മോളെ, ആ വോയിസ് ഞാൻ നുസൈബാക്ക് 2 ദിവസം മുമ്പ് അയച്ചു കൊടുത്തല്ലോ. ഭാഗ്യത്തിന് അത് അയച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ എന്തോ പറഞ്ഞപ്പോൾ എന്നെ പൂട്ടിയിട്ടു. ഒരു പച്ചവെള്ളം പോലും തരാതെ. പിന്നെ എന്നെ ഒരു പട്ടിയെ ഉപദ്രവിക്കുന്ന പോലെ ഉപദ്രവിച്ചു. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? ഒരുപാട് സഹിച്ചതാണ്. ഇനിയും കഴിയില്ല എന്ന് മനസ്സിലാക്കി. അയാളുടെ ചെറ്റത്തരം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവം, ആ എസ്ഐനെ കാട്ടാൻ മതിയായിരുന്നു. അയാൾക്ക് ഇനി പണി കൊടുക്കും, അതുറപ്പാണ്. മൂപ്പർക്കെതിരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ, എന്തെങ്കിലും പറഞ്ഞാൽ വൈകാതെ തന്നെ പണി കിട്ടും. ആ എസ്ഐൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതി. ഇനി വെച്ചക്കൂല. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂട്ടും, ഉറപ്പാണ്. ഉമ്മ, അതൊന്നും സാരമില്ല. ഇനി നിങ്ങളെ ഹാജിയരെ
ആ വേണ്ടാത്ത കളിയൊന്നും നടക്കൂല. അത് സമ്മതിക്കാൻ പാടില്ല അതിന്. മോളെ എങ്ങനെ? എനിക്ക് അതിനുള്ള കഴിവില്ല. ഉമ്മ, നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും അതിന്. ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാനും ചീത്ത പറയാനും സമ്മതിക്കരുത്. മോളെ, ഉമ്മ, നിങ്ങളിനി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോവോ? നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ? മോളെ, കുറച്ചങ്ങോട്ട് പോയാൽ മതി, ഓട്ടോ വിളിച്ച് പോയാൽ മതി. മോള് പോരണോ എൻ്റെ വീട്ടിലേക്ക്? ഉമ്മ, സമയം അല്ലെങ്കിൽ മോള് തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ പോര് എൻ്റെ കൂടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോരാം. ആ ഉമ്മയുടെ വേദനയും വിഷമവും കണ്ട് ഷിഫ അതാ ഉമ്മയുടെ കൂടെ ആ ഓട്ടോയിൽ കയറുന്നു. ആ ഓട്ടോ വലിയൊരു കൊട്ടാരം പോലത്തെ വീടിന് മുമ്പിലാണ് വന്നു നിന്നത്. അത് കണ്ടപ്പോൾ ഷിഫ ശരിക്കും ഞെട്ടി. പടച്ച റബ്ബേ, ഹുസൈനാജിയുടെ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണോ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മോളെ, ഇതന്നെയാണ് വീട്, കയറിക്കോ. ആ ഓട്ടോമാറ്റിക് ഡോറതാ ഓപ്പൺ ആകുന്നു. ഷിഫ ശരിക്കും അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കി. പടച്ച റബ്ബേ, എന്താ ഇത്? മോളെ, അകത്തേക്ക് കയറി. ഇവിടെ ഉമ്മ വേറെ ആരും ഉണ്ടായിരുന്നു. 2 വേലക്കാരികളെയും ഇന്നലെ പറഞ്ഞയച്ചതാണ്. വീട്ടിലത്തെ പണി ഒറ്റയ്ക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ പറഞ്ഞയച്ച്. തോട്ടത്തിലൊക്കെ ഉണ്ടാകും, അവർ പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ. അവർക്കും സങ്കടമായിക്കണ്, എന്നെ ഉപദ്രവിക്കണം, ഈ കാട്ടിക്കൂട്ടണതും അവരൊക്കെ കണ്ട് ഇടങ്ങാറായിക്കണ്. പിന്നെ വലിയക്കാരത്തി വേലക്കാരികളെ വെച്ചാൽ പിന്നെ അയാൾ വെറുതെ വിടൂല. അവരോട് സ്നേഹം നടിച്ചും ഓരോന്ന് കാട്ടിയും എൻ്റെ കൺമുമ്പിൽ വെച്ച് ഓരോന്ന് കൊടുത്തിട്ടും അങ്ങനെ ഒരു ഭാര്യയോട് എന്തൊക്കെ പെരുമാറും ആ രീതിയിൽ അവറ്റകളോട് പെരുമാറും. അവർക്കും തന്നെ പൈസ കിട്ടിയാൽ പോരെ. പൈസക്കും വേണ്ടി ഒന്നിനും മടിക്കാത്ത പെണ്ണുങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നും അവരെ കൊണ്ട്. ഞാൻ പറയും, കുറച്ച് പ്രായമായവരെ മതി വേലക്കാരികളായിട്ട് എന്ന് പറയുമ്പോൾ കേൾക്കൂല. കുറച്ച് തണ്ടും തടിയുള്ള പെൺകുട്ടികളായാലാണ് ശരിക്കും പണിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഉണങ്ങി ചപ്പിച്ച് വയസ്സത്തിയാളെ കൊടുന്നിട്ട് എന്താ ഈ വലിയൊരു വീട് നോക്കി നടത്താൻ കഴിയുമോ എന്നൊക്കെ പറയും. എവിടെ മൂപ്പര് വീട്ടിലത്തെ ജോലിക്ക് മാത്രമൊന്നല്ല അവരെയൊന്ന് ഇവിടെ വേലക്ക് നിർത്തുന്നത്. അത് പറഞ്ഞ് ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഹേയ് ഉമ്മ, സാരല്ല, നിങ്ങൾ കരയല്ലേ. ശരിക്കും ഉമ്മ, നിങ്ങളുടെ നെറ്റിയിൽ നിന്ന് ബ്ലഡ് എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അതൊരു തുണി കൊണ്ട്, ഒരു തുണി വേണ്ട മോളെ, ഞാൻ മുഖം കഴുകിക്കോളാം. അപ്പോഴേക്കും ഷിഫ അതാ അവിടെ കണ്ട ആ ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് അവരുടെ നെറ്റിയാകെ തുടച്ചു കൊടുക്കുന്നു. ഉമ്മ, സാരല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉമ്മാനെ പോലെ തോന്നുകയാണ്. നിങ്ങളെ എൻ്റെ ഉമ്മാക്കാണ് ഈ ഒരു വിധി വരുന്നതെങ്കിൽ സാരമില്ല. അപ്പോഴേക്കും ആ ഉമ്മാക്ക് ഒരു തലകറക്കം പോലെ തോന്നിയിരുന്നു. മോളെ, എനിക്ക് തല കറങ്ങുന്ന പോലെ. ഉമ്മ, എന്നാ അവിടെ കിടന്നോളൂ. ആ ഒരു ബെഡിലേക്ക് ആ ഉമ്മ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഷിഫ അവരുടെ ആ തലയിണയിലേക്ക് വെച്ചു കൊടുത്തു. പാവം, വെള്ളം കൊണ്ട് മുഖം കഴുകി കൊടുത്തു. ഒന്നും കഴിച്ചിട്ടും ഉണ്ടാവില്ല, ഈ പീഡനം സഹിച്ചു നിൽക്കല്ലേ പാവം. ഷിഫ നേരെ അടുക്കള എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോയി. പടച്ച റബ്ബേ, ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം. കിച്ചണൊക്കെ എവിടെയാണാവോ? അവൾ തിരഞ്ഞിരഞ്ഞ് വലിയൊരു ഹാളിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഇതായിരിക്കും ഒരു പക്ഷേ. എല്ലാം മോഡേൺ രീതിയിലായിട്ട് ഒന്നും അറിയുന്നില്ല. പാവം, ഇത്ര വലിയ വീടും സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല ഭർത്താവിനെ കൊണ്ട്. അപ്പോഴാണ് ഷിഫ അവളുടെ ശ്രദ്ധയിൽ അത് പെട്ടത്. ഫ്രിഡ്ജ് തുറന്ന് അവർ വെള്ളമെടുത്തു. അതിൽ ഒരു ചെറുനാരങ്ങ ഉണ്ടായിരുന്നു. അതും പിഴിഞ്ഞ് ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കുന്നു. ഉമ്മ, ഇത് കുടിച്ചോളൂ, പ്രഷർ കുറഞ്ഞതായിരിക്കും. മോളെ, അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്. ഉമ്മ അത് കുടിച്ചു. വല്ലാത്തൊരു ആശ്വാസം തോന്നി. മോളെ, ഇനിയിപ്പോൾ നിനക്ക് വീട്ടിലേക്ക് പോകണ്ടേ? എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ മോളെ, സാരില്ല, മോള് പോയിക്കോ. ഉമ്മ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ വലിയൊരു വീട്ടിൽ, അത് സാരില്ല മോളെ. മോള് എന്താ പറയുക, ചെല്ലെ, കുട്ടി പോയിക്കോള്, വീട്ടുകാർ വിഷമിക്കുന്നുണ്ടാവും. ദാ ഈ ഒരു നമ്പറിൽ വിളിച്ചോ, ഓട്ടോ എന്നുള്ളൊരു നമ്പർ ഉണ്ടാവും, അതൊക്കൊന്ന് വിളിച്ചോ. ബെല്ലടിച്ചപ്പോൾ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഓട്ടോ, എടാ ഒന്ന് ഇവിടെ വരെ വന്നാ. ഹുസൈനാജിയുടെ വീട്ടിൽ വലിയ വലിയ വണ്ടികളൊക്കെയുണ്ട്. ഷിഫ വിചാരിച്ചു, എന്തുണ്ടായിട്ടും എന്താ, സമാധാനമല്ലേ വലുത്. അപ്പോഴേക്കും അത് ഓട്ടോ എത്തി. ഉമ്മ, എന്നാൽ ഞാൻ പോട്ടെ കേട്ടോ. മോളെ, ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് സാരില്ല, മോൾ പോയിക്കോളി. അസ്സലാമു അലൈക്കും. ആ ഉമ്മയെ തനിച്ചാക്കി പോരാൻ
ഷിഫക്ക് കഴിയുന്നില്ലായിരുന്നു. പാവം പഠിച്ചോനെ, എൻ്റെ ഉമ്മയെപ്പോലെ തന്നെയല്ലേ, അല്ലാതെ എന്താ. പാവം ഉമ്മ ഒരുപാട് സഹിച്ച്, വേദന സഹിച്ച് ബുദ്ധിമുട്ടായി ആ വലിയൊരു കൊട്ടാരത്തിൽ കഴിയുകയാണ് വേദനയോടെ. ഈ ഒരു വീട്ടിലേക്കായിരുന്നു നുസൈബയെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. പാവം നുസൈബ രക്ഷപ്പെട്ടത് തന്നെയാണ്. കാരണം അയാളുള്ളപ്പോൾ ഒരിക്കലും ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുമ്മ പറഞ്ഞല്ലോ. എന്നാലും പഠിച്ചോനെ, എൻ്റെ നുസൈബ രക്ഷപ്പെട്ടു, അത് മതി. അയാൾ ആ വീട്ടിൽ ഇല്ലെങ്കിൽ ആ വീട് സ്വർഗമായിരിക്കും. പക്ഷേ അയാൾ കയറി വന്നാൽ അയാളുടെ ഇഷ്ടത്തിന് ഓരോ വേലക്കാരികളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് ഒന്നുകൊണ്ടും ഒരു സമാധാനമില്ലാത്ത ജീവിതമാണത്രേ ആ ഉമ്മാക്ക്. പഠിച്ച റബ്ബേ, ആ ഉമ്മാക്ക് നീ ധൈര്യം കൊടുക്ക് റഹ്മാനെ, ആമീൻ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും താങ്ങാകുന്ന തണലാകുന്ന ഷിഫ, അവൾ വീട് ലക്ഷ്യമാക്കി അതാ പോകുന്നു. ഒരു ഭാഗത്ത് അവൾക്ക് സന്തോഷമാണ്, അതെ, തൻ്റെ പ്രിയപ്പെട്ട നുസൈബയുടെയും ഷമ്മാസിൻ്റെയും നിക്കാഹ്. മറ്റൊരു ഭാഗത്ത് അവൾക്ക് വിഷമമാണ്, പാവം ആ കരയുന്ന വേദനിക്കുന്ന ആ ഉമ്മയുടെ മുഖം ഓർത്തിട്ട്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.